ജനവിധി അനുകൂലമായിട്ടും ജനാധിപത്യം ഗ്രൂപ്പ് പോരിന് വഴിമാറുന്ന കാഴ്ചയാണ് കേരളത്തിലെ കോൺഗ്രസിൽ കാണുന്നത്. വലിയ ഭൂരിപക്ഷം നൽകി ജനങ്ങൾ വിജയിപ്പിച്ചത് ഭരിക്കാനാണെങ്കിൽ നേതാക്കൾ ഇപ്പോൾ തെരുവിലടിക്കുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ചർച്ചകളിൽ പോര് തുടരുന്നതിനിടെ കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല എന്നിവർ ഡൽഹിയിലേക്ക് തിരിക്കും. കേരളത്തിലെത്തി മടങ്ങിയ നിരീക്ഷകരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എ.ഐ.സി.സി നേതൃത്വത്തിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ആരാണ് കേരള മുഖ്യമന്ത്രി എന്നുള്ള ആകാംക്ഷയാണ്. പൊതുജനങ്ങളെക്കാൾ ആകാംക്ഷ ഇപ്പോൾ പാർട്ടിക്കകത്താണ്. കാരണം അങ്ങേയറ്റം തമ്മിലടി രൂക്ഷമായിരിക്കുന്ന സാഹചര്യം, ഗ്രൂപ്പ് പോര് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു. എന്തായാലും എ.ഐ.സി.സിക്ക് ഒരു സമവായത്തിൽ എത്തിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും ഈ അടുത്ത കാലത്തെങ്ങാനും എന്ന് തന്നെ കരുതാമോ? രോഹിണി, അശ്വതി, ഈ സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് നിർണ്ണയത്തിലടക്കം വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ തർക്കങ്ങൾ നിലനിൽക്കുന്ന ആ കാലത്ത് തന്നെ മാധ്യമങ്ങൾ വിലയിരുത്തിയിരുന്നു ഇത്തരം സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഭരണം ലഭിച്ചു കഴിഞ്ഞാലുള്ള തമ്മിലടി ഇതിൽ കൂടുതൽ രൂക്ഷമാകുമെന്ന് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. ആ പ്രവചനങ്ങളെല്ലാം സത്യമാകുന്ന തരത്തിലാണ് നിലവിൽ കോൺഗ്രസിലെ അവസ്ഥ, യു.ഡി.എഫിലെ അവസ്ഥ എന്ന് പറയേണ്ടി വരും. ഒരു നേതാവിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്, യു.ഡി.എഫിനുള്ളത്. മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്നത് കൊണ്ടുപിടിച്ച ചർച്ചകളായിരുന്നു. എ.ഐ.സി.സി അംഗങ്ങൾ കേരളത്തിലെത്തുകയും അവർ നിരീക്ഷക സംഘം കേരളത്തിലെത്തുകയും എം.എൽ.എമാരുമായി കൂടിക്കാഴ്ചകൾ നടത്തി. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടാണ് കൂടിക്കാഴ്ചകൾ നടത്തിയത്. അതിനുശേഷം ഘടകകക്ഷികളുമായി കൂടിക്കാഴ്ചകൾ നടത്തി. ഓരോ ഘടകകക്ഷികൾക്കും പ്രത്യേകം സമയം അനുവദിച്ചുകൊണ്ട് കൂടിക്കാഴ്ചകൾ നടത്തി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം രാവിലെ 10 മണിക്ക് തുടങ്ങിയ കൂടിക്കാഴ്ച ഇത്തരത്തിൽ വൈകിട്ട് 7 മണിക്കടുത്ത് നീണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം രീതികളിലൂടെയാണ് കടന്നുപോയിക്കുന്നത്. ഇപ്പോഴും ആര് മുഖ്യമന്ത്രിയാകും, ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാത്ത സാഹചര്യമാണുള്ളത്. ഈ നിരീക്ഷക സംഘം ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്തു. അവർ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ കെ.സി. വേണുഗോപാൽ പക്ഷവും അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ പക്ഷവും രമേശ് ചെന്നിത്തല പക്ഷവും തമ്മിൽ പോര് മുറുകുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. ഇപ്പോഴും ആ തമ്മിൽ പോര് രൂക്ഷമാകുന്ന സാഹചര്യമാണ്. ഇന്ന് ഫ്ലക്സുകളടക്കം, കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലക്സുകളടക്കം കരിവോയിൽ വാരി ഒഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലക്സിന് പകരം ഫ്ലക്സിന് സമീപത്തായിട്ട് വി.ഡി. സതീശൻ്റെ അനുകൂലികൾ മറ്റൊരു ഫ്ലക്സ് വെക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇങ്ങനെ തമ്മിൽ പോര് മുറുകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന കാര്യത്തിൽ ആ തർക്കം കൂടുതൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഈ നിരീക്ഷക സംഘത്തിൻ്റെ കൂടിക്കാഴ്ചയിൽ എം.എൽ.എമാരുമായി കൂടിക്കാഴ്ചയിൽ നടത്തിയതിൽ 43 എം.എൽ.എമാരുടെ പിന്തുണ ഈ കെ.സി. വേണുഗോപാൽ ഉണ്ടായിരുന്നു. 43 എം.എൽ.എമാരും പിന്തുണച്ചതും കെ.സി. വേണുഗോപാലിനെ തന്നെയായിരുന്നു. എന്നാൽ 8 പേരുടെ പിന്തുണ മാത്രമാണ് വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ളത്. അതോടൊപ്പം 9 പേർ രമേശ് ചെന്നിത്തലയും അനുകൂലിച്ച്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ യു.ഡി.എഫ് നേതാക്കളുമായി, ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്തപ്പോൾ ലീഗടക്കമുള്ള പാർട്ടികൾ അത് വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് CMP മാത്രമാണ് ഒരു നിലപാട് സ്വീകരിച്ചത്. മറ്റ് പാർട്ടികളെല്ലാം, ഘടകകക്ഷികളെല്ലാം പറയുന്നത് നിലവിലെ പൊതുജന വികാരം മാനിക്കണം, പൊതുജന വികാരം മാനിച്ചുകൊണ്ടൊരു നടപടികളിലേക്ക് ചെല്ലാൻ മുന്നോട്ട് പോകാവൂ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഈ നിരീക്ഷക സംഘം കേരളത്തിലെത്തിയ ശേഷം നിലവിൽ ഈ ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കും. ഹൈക്കമാൻഡ് സമർപ്പിച്ചതിനു ശേഷമായിരിക്കും കൂടുതൽ ഉണ്ടാകുക. എന്തായാലും അതിലാണ് നേതാക്കന്മാർ എല്ലാവരും ഡൽഹിയിലേക്ക് തിരിക്കാൻ. ശരി പ്രശാന്ത്, എന്തായാലും അത് വരും മണിക്കൂറുകളിൽ എന്താകും എന്നുള്ളത് നോക്കിക്കാണാം. ഇങ്ങനെ വീതം വയ്പ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കൾ തമ്മിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നത്. പ്രശാന്ത് പങ്കുവച്ചത് വളരെ ഗൗരവകരമായ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് വരി നിന്ന് വോട്ട് രേഖപ്പെടുത്തി ഇവരെയൊക്കെ, അല്ലെങ്കിൽ നമ്മളെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അവർ നമ്മളോട് കാണിക്കുന്ന എന്താണ്? അധികാരത്തിന് വേണ്ടിയുള്ള ചരടുവലി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ടുള്ള തമ്മിലടി. കോൺഗ്രസിന്റെ എക്കാലത്തെയും ശാപവും അത് തന്നെയാണല്ലോ. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങുന്നു അവിടെ തമ്മിൽ പോര്. ജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആര് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ ഗ്രൂപ്പ് കളികൾ അവസാനം ചെന്നെത്തുക
എന്നുള്ളത്. പലയിടത്തും കേരളത്തിനോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അപ്പോഴൊക്കെ നമ്മളൊക്കെ ഡെസ്കിലിരുന്നിട്ട് അതേഴ്സ് എന്നുള്ള ഒരു കോളത്തിലാണ് കോൺഗ്രസിനെ രേഖപ്പെടുത്തിയത്. അതിന് കാരണം എന്താണ്? പലയിടത്തും ഒരു സീറ്റ് പോലും മേടിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഈ ഗ്രൂപ്പിലടിയും തമ്മിൽ വഴക്കം തന്നെയാണ് കാരണം. കേരളത്തിലും അങ്ങനെ ഒരു സാഹചര്യം ഉടലെടുക്കുമോ എന്ന ആശങ്ക എനിക്കുണ്ട്.